ഹലോ ഗായ്സ്, അപ്പം ഇന്നൊരു കൊതിപ്പിക്കുന്ന റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യം പാൻ ചൂടാക്കിയതിന് ശേഷം നെയ്യ് ചേർത്ത് ഉരുക്കിയെടുക്കുവാണേ. അങ്ങനെ നെയ്യ് ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തൊന്ന് ഞുറുക്കി വെച്ചിരിക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഞുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഒന്നൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കറുത്ത എള്ള് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുവാണേ. എള്ളും കൂടെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിരിക്കാം. ഇനി മാവ് കുഴച്ചെടുക്കണം. അതിനുള്ള അളവ് കപ്പാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതിനൊരു കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ ഒരു വലിയ സ്പൂൺ റവയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് വെക്കാമേ. ഇതിലിനി കുറച്ച് മണത്തിന് വേണ്ടി 2-3 ഏലക്കയുടെ കുരു മാത്രം എടുത്തൊന്ന് പൊടിച്ച് ആ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി ശർക്കര പാനി കാച്ചെടുക്കണം. അങ്ങനെ പാനി വെച്ച് ശർക്കര ഒന്ന് ചൂടാറുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോഴത്തേക്ക് നമ്മൾ ആ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലോട്ട് ഈ ശർക്കര ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലോട്ട് പ്രത്യേകിച്ച് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ ശർക്കരയിൽ തന്നെ മാവ് നല്ലോണം ഒന്ന് നല്ല ഒരു ലൂസ് പരുവത്തിൽ കിട്ടിക്കോളും. അപ്പോൾ അതുവരെ ഒന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇതിനകത്തോട്ട് ഇനി കുറച്ച് ഒരു 2-3 പഴം ഒന്ന് അടിച്ച് ആ മാവിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നാലേ കൂടുതൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മളെ ഉണ്ണിയപ്പത്തിന്. അപ്പോൾ അതും കൂടെ അടിച്ച് മാവിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിനി ഏറ്റവും അവസാനമായിട്ട് വേണ്ടത് നമ്മൾ ആദ്യം ചെയ്ത കാര്യമാണ്. തേങ്ങാക്കൊത്തും എള്ളും കൂടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ മാവ് ഇവിടെ റെഡിയാണ്. അത് ഒരു നുള്ള് സോഡാപ്പൊടിയാണ്. അതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡിയാണ്. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ മിക്സിങ് എല്ലാം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാവുന്നതാണ്. അപ്പോൾ നല്ലോണം ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തതിന് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് നിറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ ഉണ്ണിയപ്പം നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. എണ്ണയൊന്നും കുടിക്കാതെ കിട്ടത്തുള്ളൂ. എണ്ണ ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതേണക്ക് തന്നെ മാവ് ഒഴിച്ചു തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് വെക്കണം. കാരണം അല്ലെങ്കിൽ എല്ലാത്തിലും ഒഴിച്ച് വരുമ്പോഴത്തേക്ക് ആദ്യം ഒഴിച്ച ഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. മാവെല്ലാം ഒഴിച്ച് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഭാഗം വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തിരിച്ചിട്ട ശേഷം അതും ഒന്ന് 2 മിനിറ്റ് കുക്കായി കഴിഞ്ഞാൽ നമ്മളെ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം ഇവിടെ റെഡിയാണ്. ഒരു മായമോ ഒന്നും ചേർക്കാതെ തന്നെ വീട്ടിൽ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതൊരു ദിവസത്തിൽ കൂടുതൽ ഇരിക്കത്തില്ല. പഴം ചേർക്കുന്നത് കൊണ്ട് പഴം ചേർത്തേക്കുന്നത് സോഫ്റ്റ് ആവാനും ടേസ്റ്റ് കൂടാനുമാണ്. അപ്പോൾ നമുക്ക് കൊതിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.